വാർത്തകളിലേക്ക്. ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ല എന്ന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുകയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. രണ്ട് രീതിയിലുള്ള വാദങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. അത് സ്കാൻ ചെയ്ത റേഡിയോളജിസ്റ്റ് അടക്കം നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് കുഞ്ഞ് ഈ വൈകല്യങ്ങളോടെ പിറന്നത് എന്നതിലേക്ക് പൂർണ്ണമായ അന്വേഷണം ആശുപത്രിയിലും ഒപ്പം ഈ ലാബുകളിലും അടക്കം പരിശോധന നടത്തുമെന്നല്ലേ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്? സുജയ, അത് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ ഈ സ്കാനിംഗ് സെന്ററിനുമെതിരെയുമുള്ള ഒരു പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ് പാളിച്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുക തന്നെയാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇന്ന് ഏതായാലും ഇത്തരത്തിൽ പരാതി ശക്തമായതിനു പിന്നാലെ തന്നെ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കുമെന്നത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക എന്നതാണ്. നിലവിൽ ഒരു പ്രാഥമിക അന്വേഷണം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർക്കെതിരെയും ഈ രക്ഷിതാക്കൾ പറയുന്നത് പോലെ എവിടെയാണ് പാളിച്ച പറ്റിയത്, എങ്ങനെയാണ് അറിയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായത്, സ്കാനിംഗ് സെന്ററിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുക എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം അത് ഈ രക്ഷിതാക്കൾ പറയുന്നത് പോലെ ഏതൊക്കെ തലങ്ങളിൽ ആരുടെയൊക്കെ അന്വേഷണങ്ങൾ ആവശ്യമാണോ ആ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും സുജയ ഇതിന്മേലുള്ള അടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.